वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും SMECTയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതായത് സെപ്റ്റംബർ മാസം 1-ാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം. മിഥുനൻ രാശിയിൽ വ്യാഴവും, കർക്കടക രാശിയിൽ ശുക്രനും, ചിങ്ങം രാശിയിൽ സൂര്യനും, ബുധൻ, കേതു എന്നീ ഗ്രഹങ്ങളും, കന്നിയിൽ കുജനും, വൃശ്ചികത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില. മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും. ചന്ദ്രനാണെങ്കിൽ 2.25 ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും. ഈ ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള 2.25 നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുലാം രാശിയിലുള്ള ചിത്തിര 3-4 പാദം, ചോതി വിശാഖത്തിൻ്റെ 1-2-3 പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും, അതേപോലെ തുലാം ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും, പിന്നെ കുജൻ്റെ ദശ നടക്കുന്നവർക്കും, രാഹുവിൻ്റെ ദശ നടക്കുന്നവർക്കും, വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ കർമ്മഭാവസ്ഥിതിയും അതേപോലെ തന്നെ ലാഭസ്ഥാനസ്ഥിതിയും വളരെ നല്ല ഗുണങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസമൊക്കെയാണ്. മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും. കർമ്മസംബന്ധമായി പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തേടി വരുന്നൊരു മാസം തന്നെയാണ്. തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമായിട്ട് വേണം പറയാൻ. വളരെ തൃപ്തികരമായ ലാഭനേട്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. ഉല്ലാസപരമായ കാര്യങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടാകും. ഭൂമി സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങളും ഉണ്ട്. ഒന്നിൽ കൂടുതൽ സ്വത്തൊക്കെ വാങ്ങിച്ചേർക്കും. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ വഹിക്കേണ്ടതായിട്ടും വരും. വളരെയധികം ദൈവാനുഗ്രഹമുള്ളൊരു മാസമാണ്. എല്ലാ കാര്യത്തിലും ഭാഗ്യം തുണയായിട്ടുണ്ടാകും. ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ തീർത്ഥാടന യാത്രകളും ഉണ്ടാകും. ജോലിയിൽ സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകും. തൊഴിൽപരമായി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും. കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരമൊക്കെ ലഭിക്കും. എല്ലാവരും ഒരുപോലെ അംഗീകരിക്കപ്പെടും. ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും. മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ശ്രമിക്കും. പണത്തിനേക്കാൾ ഉപരി സ്നേഹത്തിനും സെൻറ്റിമെൻസിനും ഒക്കെ മുഖ്യത്വം കൊടുക്കുന്ന ഒരു മാസമാണ്. ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് വളരെ അനുകൂലമായൊരു മാസമാണ്. അതേപോലെ പുനർവിവാഹത്തിനൊക്കെ കാത്തിരിക്കുന്നവർക്കാണെങ്കിലും സമയം വളരെ അനുകൂലം തന്നെയാണ്. വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വളരെ മന്ദനിലയിലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ.
ക്രയവിക്രയങ്ങളിലും മന്ദനിലയാണ് ഉണ്ടാവുക. ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്തു തീർക്കാനൊക്കെ ശ്രമിക്കും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ സമാധാനപരമായി പോവുകയും ചെയ്യും. വാക്കുകൾക്ക് അംഗീകാരവും വീര്യവുമൊക്കെ ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ടാണെങ്കിൽ നല്ല ബന്ധമുണ്ടാകും. സഹോദരങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിക്കും. മാതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല. വാഹനം സംബന്ധിച്ചിട്ടുള്ള ചിലവുകൾക്കുള്ള യോഗവും കാണുന്നു. സന്താന ഗുണം വളരെ കുറവായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾ വിരോധികളെ പോലെയൊക്കെ പെരുമാറും. എന്തു ചെയ്താലും ദേഷ്യം തോന്നുന്ന ഒരു മാസമാണ്. ജോലിയിൽ വളരെ ഉത്സാഹക്കുറവും മടിയും മന്ദതയുമൊക്കെയാണ് ഉണ്ടാവുക. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി അകന്നു കഴിയാനുള്ളൊരു യോഗം കൂടി കാണുന്നു. ജീവിത പങ്കാളിക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും. കോടതിയിലൊക്കെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അനുകൂലമായ നിലപാടുകളൊക്കെ ഉണ്ടാകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉയർച്ചകൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഭാഗ്യം തുണയായിട്ടുള്ള ഒരു മാസം തന്നെയാണ്. കാര്യങ്ങളുടെ ഗൗരവമൊക്കെ മനസ്സിലാക്കി സംയോജിതമായി ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെ നല്ല വിജയമൊക്കെ പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പിതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ് ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും ഒരു ഗവേഷണ മനോഭാവത്തോടു കൂടിയൊക്കെ നോക്കിക്കാണും. കർമ്മസംബന്ധമായിട്ടുള്ള പല ഉയർച്ചകളും ഉണ്ടാകുമെങ്കിലും എപ്പോഴും കർമ്മപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണിവർ. സംഘക്കൂട്ടങ്ങൾ, ട്രസ്റ്റ് എന്നിവയിലൊക്കെ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നിർവാഹശേഷിയൊക്കെ തെളിയിക്കും. ഉറ്റമിത്രങ്ങൾ, മരുമക്കളൊക്കെ സഹായിക്കും. മംഗളകർമ്മങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. പൊതുവെ പറയുകയാണെങ്കിൽ ഈ മാസം എല്ലാ കാര്യത്തിലും വളരെ തൃപ്തിയുണ്ടാകും. ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ധനപരമായിട്ടും സമയം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് ഈ മാസം അനുഭവിക്കാൻ കഴിയുക. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.